Hi everybody, this is Shweta. My name is Indra and welcome to our channel. It's time for next scene from movie Punman. Let's watch it. Let's watch it. Oh, the mother-in-law. Will she be able to leave? I have a bad feeling. Uh-uh. Uh-uh. എനിക്ക് കൊല്ലത്തുമാണ് ഇത് അവന്റെ പൊന്ന് എനിക്ക് വീട്ടിലെത്തിക്കണം. എന്തോ ഇവിടെ അടങ്ങി ഒതുക്കി കിടന്നോണം. ഒരുത്തിനോട് ചോദിക്കാൻ പറ്റില്ല. മനസ്സിലായോ? എന്താ ചേച്ചി? Okay. Oh. Oh, he is back. ഈ ചത്തില്ലടാ. അതിന് നീ ഒന്നോടെ നല്ലോണം കുത്തണ്ടവരോടാ. അതിങ്ങനെ കൊല്ലാൻ വേണ്ടി കുത്തിയല്ലടാ. ആയിരം കുത്തിന്റെ മാട്ടിച്ചിട്ടുണ്ട്. എങ്കിൽ നീ അത് എടുക്ക വരിക. പക്ഷെ നീ എന്നെ കുത്തി ഞാൻ ചത്തെന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിന്റെ മേലൊരു ചുടല തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോന്ന് ഉറപ്പാക്കിട്ട് നീ പോകാവും. ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരൂടാ എന്റെ പൊന്നി വയ്ക്കാൻ. നിന്നെ കൊണ്ട് മിനിമം ഞാനൊരു കൊലപാതകം ചെയ്യും. അതിനേറെ പരിപാടി കഴിച്ചിട്ടുണ്ടോ? എങ്കിൽ നീ അത് എടുക്കടാ. Oh shit.
ആരല്ലേ വിളിച്ചത്? അവൾ അവിടെ വിളിച്ചിട്ടൊന്നും അറിയാം. സോറി. മര്യാദ നിന്നോട് എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല, അതൊക്കെ ഈ ജോലിയിലുള്ളത്. പക്ഷെ ഇത്രയും വിചാരിച്ചില്ല. നിന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നായിരുന്നു. നിന്റെ പൊന്നെന്റെ മുറിയിലെ അലമാരയിലുണ്ട്. അതിന്റെ താക്കോലും മര്യാദ എവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ വന്നത് മോഷ്ടിക്കണം എന്നാണോ നീ പറയുന്നത്? അതെനിക്കറിഞ്ഞൂടാ. നിന്റെ ഇഷ്ടം. അല്ലെ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ക്രിസോണിക്ക് നിന്നെ ഒരു നോട്ടമുണ്ട്. തലതെട്ടി കൊടുത്താ മര്യാദ 12 പവൻ എടുത്തു തരും. നിന്റെ ആങ്ങളൊക്കെ നിപ്പില്ലേ, അവന്റെ അടുത്ത് പറ തല തെറ്റി കൊടുക്കാൻ. എന്നിട്ട് ആ പൊന്നെടുത്ത് എന്റെ കടം തീർക്കും. അവള് സമ്മതിക്കണ്ടേ? കയ്യിലോട്ട് വന്ന മുതലാത് അത് ഈ കയ്യിലോട്ട്. നീ വിചാരിച്ചാലും അപ്പുറം മര്യാദ. നീയാ സൂക്ഷിക്കേണ്ടത്. കൂടെ പറക്കണ്ടോ നീയല്ലേ. അപ്പൊ നിന്റെ ദേഹത്ത് 4 പവന്റെ പൊന്നിലുണ്ട്. അതോടെ കഴിഞ്ഞ് തീർന്നു. പിന്നെ നിനക്ക് അവിടെ പട്ടിയിടവില്ല. പിന്നെ നിന്റെ മേത്ത് മണ്ണ് വീഴാൻ നോക്കണം. എന്റെ മേത്ത് മണ്ണ് വീണ നിനക്കെന്താ? Okay. എടാ മരിയോ, ആ സ്വർണ്ണമൊക്കെ എടുത്തിടാൻ പറ. ആദ്യത്തെ പെരുന്നാളാണ്. നാട്ടുകാരൊക്കെ ഉള്ളതാ, വെറുതെ പറയിപ്പിക്കല്ലേ. കിട്ടുവാ. Now what? നീ ഇതും കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഇത് ഞാൻ എടുത്തില്ല. അവനെ പറ്റിച്ച പറഞ്ഞ ഇത്. ഇപ്പൊ അത് ചോരയും മണക്കുന്നുണ്ട്. എടുത്തിടറി. എന്നെ കൊന്നാ ഞാൻ എടുത്തില്ല. നീ ഇവിടെ വെച്ചോണ്ടായി കഴിഞ്ഞാ അയ്യോ, പെരുന്നാൾ കഴിഞ്ഞാ പറഞ്ഞ ഓർമ്മണ്ടല്ലോ എനിക്ക് കിട്ടാനുള്ള 10 പവൻ. സിഫത്തൊന്നും തരാൻ പറ്റത്തില്ല പ്രാവശ്യം. എനിക്ക് എന്റെ ഇളവത്തിന്റെ കാര്യം നോക്കണം. കോടേക്കുള്ള നിങ്ങളുടെ പങ്ക് 3 പവൻ അതിൽ ഞാനും എടുക്കും. ബാക്കി തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രോച്ചനെ ഓച്ചനാക്കാതെ ഇവിടെ ആരും കേട്ടില്ല. അന്ന് നടത്തില്ല. सब फंसे हुए हैं। हाँ. അപ്പൊ അതിന്റെ അവിടെ കണ്ടുകൊണ്ട് അജേഷനോട് അജേഷൻ പറഞ്ഞ് അവിടെ കയറിയിരിക്കുക. ഇവിടെ കാണാൻ വന്നിരിക്കാൻ പറഞ്ഞേ കേൾക്കണ്ടേ. ഇവിടെ സ്റ്റേജിലാണ് നോക്കി പോളിയാ കിരീട കൊണ്ട് കയറും. ഓ അതിന് നേരെ ആയില്ല മതി. കുറച്ചൊരു ഇഷ്ടം ഇച്ചിരി മാറി തേങ്ങ തലയിൽ 4, 2, 1. കൃത്യം 13 പവനുണ്ട്. അപ്പൊ എന്റെ മുതലോടെ അടച്ചുറപ്പില്ലാത്ത നിന്റെ വീട്ടില് നീ അത് വെക്കത്തില്ല. അതും ഈ പെരുന്നാള് രാത്രിയിൽ. മരിയോ, അത് നിന്റെ മടിയിലുണ്ട്. വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട. പിന്നെ ഞാൻ ചോദിക്കുമ്പോ സ്റ്റെഫി, നിന്നെ പള്ളിപ്പറമ്പിൽ തന്നെ ഞാൻ വരും എന്റെ സ്വർണമായിട്ട്. പിന്നെ Okay. ഒന്ന് യാത്ര വരണം. I guess so. वो बंदी को भी निक നീ അങ്ങോട്ടൊന്നു കൺവട്ടത് കാണണം. അവിടെ നിന്ന് ശ്രദ്ധിച്ചോടാ. എന്താ പ്രശ്നം? പറയാം. ഞാൻ നോക്കില്ല. നേരത്തെ കഴിച്ചു.
അതന്നെ ഇതൊക്കെ നിൽക്കോടെ പെട്ടോളോടെ നിൽക്കണം. ഞാൻ ഇതിൽ കയറി കിടന്നാലേ എന്റെ കഴുത്ത് ഇടതുവശത്ത് ഒടിഞ്ഞിരിക്കും. അപ്പൊ നീ എന്റെ വലതുവശത്ത് കാണാം. എന്നാലും എനിക്ക് കാണാം. അവൻ കൊണ്ടുപോയി വല്ല കാര്യത്തിലും തത്തിയാലേ പിന്നെ അജേഷാടാ അജേഷ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായ കൈ കേട്ടാ. Okay. കേട്ടടാ. എനിക്ക് ഇതിൽ കിടന്ന് നീ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നീ ഓർത്തോളം. നിന്നോട് വല്ലതും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഭാവികളുടെ വരഞ്ഞ ഒന്നാണ്. എന്റെ വരഞ്ഞ ഒറ്റയ്ക്ക് ഒന്നോ ഇതൊന്ന് ലൂസാക്കി കേട്ടടേ. Oh, where is he? I'm liking the music too, huh? Full suspense. അങ്ങയുടെ പദ്ധതി മനോഹരമല്ല. ഈ കുരിശിലേറ്റപ്പെട്ട യേശു ഒരു യഹൂദൻ തന്നെയല്ലേ? മരിയോ എന്താ അളിയന്റെ കയ്യിൽ എന്റെ മുതലിന് എന്തോ വില വരുമായിരിക്കും. ഒന്ന് പോരാടും. ഞാൻ പറയാം, പവൻ 60,000 വെച്ച് 12 പവൻ 7,20,000. ഒരു കിലോ ചെമ്മീൻ എന്തോ വില വരും? എന്തുവാ ഞാൻ ചോദിച്ചു. 500. അപ്പൊ അളിയന്റെ വീട്ടിൽ ആകെ കൊഞ്ചിന് എന്തോ വില വരും? എന്റെ മുതലിന് ഒരു 10 ഇരട്ടി വരുമായിരിക്കും അല്ലേ? എങ്കിൽ അളി നീ ശബ്ദം ഒന്ന് കേട്ടെ. ഒരു 1000ന്റെ കൊഞ്ചിനെ തുറന്നു വിട്ടതാ. ഒരു സാമ്പിൾ എടുക്കട്ടെ. മോനെ 5 മിനിറ്റിനുള്ളിൽ എന്റെ സ്വർണ്ണമായിട്ട് അളിയനെങ്കിൽ എത്തിയില്ലെങ്കിൽ പിന്നെ പൂരോ. അളിയന്റെ കൊഞ്ചു വന്ന കാര്യം. ഓൺ യുവർ മാർക്ക്, റെഡി, 1, 2. Damn. ഞാൻ ഈ ഷട്ടർ മൊത്തത്തിലേക്ക് പൊക്കിയ വെള്ളപ്പാച്ചിലിന് മടയെല്ലാം കൂടെ പൊട്ടും. നീ തന്നെ തീരുമാനിക്കുക ഏത് വേണം. അടുത്ത സാമ്പിൾ. പൊട്ടും. Oh, damn.
Damn, man. Man, where is he now? സോണി, നിനക്ക് ഈ കല്യാണം ഇഷ്ടമാണോടി? എനിക്ക് കല്യാണം ഇഷ്ടമാണെന്ന് ചേച്ചി മാത്രം എന്നോട് ചോദിച്ചുള്ളൂ. ഇഷ്ടമില്ലാത്തൊന്നും നിന്ന് കൊടുക്കല്ലേടി. പിന്നെ കെട്ടിച്ചോട്ടവരും കെട്ടിയവനും ഒന്നും കൂടെ കാണത്തില്ല. എന്തിനാ ചെയ്ത്? Hey, Baba, Where is he, yaar? That machine and all. Oh. നാട്ടിലായിരുന്നോടാ ഈ സ്വർണ്ണയും കയ്യൊക്കെ തിരിച്ചു പോയത്? പറഞ്ഞില്ലായിരുന്നോ? അജേഷാടാ, അജേഷ്.
Uh, Oh shit. നീ വിട്ടോ, oh, ഇത് ഞാൻ നോക്കിക്കോളാം. ഞാൻ പോരാടിയിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞു? ഞാൻ പോരാടി നോക്കട്ടെ. ഓ. चलो सही है. ഞാൻ വിചാരിച്ചില്ല നീ എന്നെ കാത്തു നിൽക്കും. okay. ചത്തമില്ലെന്ന് അറിയാൻ നിന്നോ? ഞാൻ ചത്ത നിനക്കെന്താ? Okay. ഇതില്ലെങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടാവുന്നല്ലേ പറഞ്ഞു. ഇതില്ലാതെ നീ ഇവിടെ അങ്ങനെ ജീവിക്കും. അതിന് ഞാൻ ഇവിടെ ജീവിക്കുന്നില്ലല്ലോ. പിന്നെ അത് നീ അറിയണ്ട. അതിന് ഇവിടുന്ന് ആദ്യം പോണ്ടേ? കൊല്ലത്തോട്ടാണേ വാ, ഞാൻ അങ്ങോട്ടാ. Okay. നീ എന്തിനാ അവിടെ കാത്തു നിന്നത്? ഞാൻ തോറ്റു വന്നാലും എനിക്ക് തരാനുള്ള പൊന്നാ നിന്റെ നേരത്ത്. കണക്കൊപ്പിച്ച് കൃത്യം 12 പാവം. ഒരു പാവം മാത്രം എവിടെ ഒരു കുറവ്. ഇനി ആരും എന്റെ ദേഹത്തെ പൊന്നടക്കണ്ട. എന്റെ മനസ്സമാധാനം കളഞ്ഞ സാധനമായി. മുന്നില്ലാതെ ഒരു പണി നീ നാട്ടിൽ ജീവിക്കാൻ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. സ്റ്റെഫി, ഇപ്പോഴാണ് നിനക്കൊരു വെട്ടം വന്നത്. സത്യത്തിൽ പൊന്ന് തൊടാത്തപ്പോഴാണ് പെണ്ണിന് യഥാർത്ഥ ചന്തം. ഒരു പാളിച്ചയില്ല. Ah. Man, I love this Ajesh. Ajesh, this is Ajesh. Man, he did not. He never gave up till the end. Man, he was so like persistent. I will get my gold. I will get my gold, and he did. And he did. Even she is She also left, like you know. Like she also gives the advice to the sister-in-law, like don't marry the person you don't like. Absolutely. Because she was suffering. Okay, like because she was also married to this person like she never liked, of course. Absolutely. No, it's all thing about the gold that you have not given to me this and this. But that guy was also stuck. They were Yeah. sisters. I know it's, but still. But love it. Nice Very movie, nice Very movie. nice movie. So guys, we'll wait for more and more reactions. So meanwhile, do like, subscribe, Share, comment, click on the bell icon.